നമസ്കാരം. തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയായ വാറോൺ നോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. കായംകുളം നഗരസഭ മാത്രമല്ല, കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 6 പഞ്ചായത്തുകൾ കൂടി ചേരുന്നതാണ് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലം. അതിൽ 6 പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് കൃഷ്ണപുരം, ദേവികുളങ്ങര, പത്തിയൂർ, അതുപോലെ ചെട്ടികുളങ്ങര, ഭരണിക്കാവ്, ഇത്രയും പഞ്ചായത്തുകളാണ് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തോടൊപ്പം ഉള്ളത്. ഇതിൽ കൃഷ്ണപുരം, കണ്ടലൂർ എന്നിവ UDF ആണ് ഭരിക്കുന്നത്. ബാക്കി LDF. 2 പഞ്ചായത്തുകൾ ഒഴികെ മറ്റ് 4 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ കായംകുളം മുനിസിപ്പാലിറ്റിയും LDF ആണ് നിലവിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നത്. ഈ പഞ്ചായത്തുകളെല്ലാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്. പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഈ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതിൽ 2 പഞ്ചായത്തുകളാണ് UDFനുള്ളത്. ബാക്കി 4 പഞ്ചായത്തുകൾ LDFനും ഉണ്ട് ഇപ്പോൾ ഉള്ളത്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ, ഈ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് UDF LDF ഭരണത്തിലൊക്കെ ഇരുന്ന പഞ്ചായത്താണ്. ഇപ്പോൾ ഒരു വ്യക്തമായ മെജോറിറ്റിയോടെ UDF ഭരിക്കുകയാണ്. പക്ഷേ പഞ്ചായത്തിലെ ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒത്തിരി സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ടൂറിസം സാധ്യതകൾ വളരെയേറെ ഉള്ള പഞ്ചായത്താണ്. തീരദേശത്താണ്. നമ്മുടെ ബാക്ക് വാട്ടർ ടൂറിസം വളരെ വലിയ സാധ്യതകളുള്ള ഒരു പഞ്ചായത്ത് പരിധിയാണ് ഈ കണ്ടല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സമീപകാലത്ത് വന്ന ലൈറ്റ് ഹൗസും അതുപോലെ പാലവും എല്ലാം, നമ്മുടെ വലിയഴീക്കൽ പാലവും എല്ലാം ആറാട്ടുപുഴ പഞ്ചായത്തിലാണെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതെ, വലിയൊരു ടൂറിസം സാധ്യത വികസിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നും അതിൻ്റെ ഒരു സാധ്യതയുടെ ഒരു വലിയൊരു പരിധി യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് വസ്തുത. കണ്ടല്ലൂർ പഞ്ചായത്ത്, അതുപോലെ തന്നെ ദേവികുളങ്ങര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രപരമായ കണ്ടല്ലൂർ പഞ്ചായത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ചില ട്രെഡ്ജിങ് ജോലികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്ന ചില ട്രെഡ്ജിങ് പ്രവർത്തനങ്ങൾ ആ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. അത് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചില ഭാഗത്തുമൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇതിനെതിരെ വലിയ ജനകീയ രോഷമുണ്ട് അവിടെ. അത് പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ദുർബല പ്രദേശമാണ് ആ സ്ഥലം. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് ടൂറിസം രംഗത്തും ഒക്കെ. വളരെ പിന്നെ നമ്മൾ ശ്രീനിവാസ് പറഞ്ഞെങ്കിലും നമ്മൾ വളരെ അഡ്രസ്സ് ചെയ്യേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് സൂചിപ്പിച്ചത്. ഈ ഡ്രഡ്ജിങ് ജോലികൾ ഈ ബാക്ക് വാട്ടറിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തോന്നിയേക്കാം, എന്തിനും കായലിലെ മണ്ണല്ലേ ആയിരുന്നത് എന്ന് തോന്നിയേക്കാം. പക്ഷേ സംഭവിക്കുന്ന വെച്ചാൽ ആറാട്ടുപുഴ ഒരു പരിസ്ഥിതി ദുർബല ദേശമാണ്. കടലിനും കരയ്ക്ക് ഇപ്പുറത്തെ കായലിനും ഇടയിലുള്ള വളരെ റിബൺ പോലെ കിടക്കുന്ന ഒരു ചെറിയ ഭൂപ്രകൃതിയാണ്. അവിടുന്ന് ഇതുപോലെ ആഴത്തിലുള്ള മൈനിങ്, ഇത്തരം ഡ്രഡ്ജിങ് ഒക്കെ നടക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ആറാട്ടുപുഴയിൽ ഭീകരമായ മണ്ണിടിച്ചിലുണ്ടാവുകയും സ്വാഭാവിക കര നഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല, എപ്പോഴും സുനാമി ഭീഷണി നേരത്തെ ഉണ്ടായതുപോലെ തന്നെ എപ്പോഴും കടലെടുത്ത് പോകുന്ന ദേശമാണ് സ്ഥലം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ കൺസേണിൽ വരേണ്ടത്. ആറാട്ടുപുഴ തന്നെ ഈ കടൽക്ഷോഭം എപ്പോഴും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രദേശമാണ്. തീരദേശ റോഡുണ്ട്. ആ തീരദേശ റോഡിന്റെ ഒരു ഭാഗത്താണ് വലിയഴീക്കൽ പാലമൊക്കെ ഉള്ളത്. അത് ഏകദേശം നമുക്ക് തോട്ടപ്പള്ളി മുതൽ കരുനാഗപ്പള്ളി വരെ പോകാവുന്ന രീതിയിൽ, കരുനാഗപ്പള്ളിക്ക് അപ്പുറം വരെ പോകാവുന്ന രീതിയിലുള്ള നീളത്തിൽ കിടക്കുന്ന. പക്ഷേ അവിടെ പോലും ചെറിയൊരു കടൽക്കയറ്റം ഉണ്ടാകുമ്പോഴേ ഈ റോഡ് പൂർണ്ണമായി എടുത്തു പോവുക ചെയ്യുന്നത്. കടൽ അറുത്തു മുറിച്ച് കൊണ്ടുപോകുന്നത് പോലെയാണ്. ചില ഭാഗത്ത് പെരുമ്പള്ളി പോലെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കടലും കായലും തമ്മിലുള്ള അകലം കുറയുകയാണ്. അത് നമ്മുടെ ഗൂഗിൾ എർത്ത് മാപ്പിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാതെ വളരെ നേർത്ത് നമുക്ക് ഭീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടുത്തെ. അതിനൊരു ശാശ്വതമായ പരിഹാരം, അതായത് നമ്മുടെ പഞ്ചായത്ത് അധികാരത്തിലെത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ അധികാരികൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദേശമാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരുപാട് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന, ഒരുപാട് ആളുകൾ ഉപജീവനം നടത്തുന്ന മത്സ്യബന്ധന മേഖല കൂടിയാണ് ഈ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖല ഉൾനാടൻ മത്സ്യബന്ധന മേഖലയും പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും കടൽ അധിഷ്ഠിത മത്സ്യബന്ധന മേഖലയുമാണ്. ഈ ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ ഉൾനാടൻ മത്സ്യബന്ധന മേഖല സംബന്ധിച്ച് വലിയൊരു വിപണി സാധ്യതയുണ്ട്. അതെ, ഈ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പലയിടത്തും ഈ മത്സ്യ
ഉൾനാടൻ മത്സ്യ ലേലം നടക്കുന്നു. ഉൾനാടൻ മത്സ്യത്തിന് വളരെയേറെ ആരാധകരുള്ള ഒരു മാർക്കറ്റ് വളരെ ഇഷ്ടമാണ് ആൾക്കാർ. നമ്മുടെ ഫുഡികളായിട്ടുള്ള ഭക്ഷണപ്രിയരായ ആളുകൾക്ക് പലർക്കും വലിയ വിലപിടിപ്പുള്ള മത്സ്യങ്ങളാണ് പലപ്പോഴും ഈ ഉൾനാടൻ ജലത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലതും. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത, അത്തരം സാധനങ്ങൾക്കൊക്കെ സാധ്യത വർദ്ധിപ്പിക്കാൻ അതിൻ്റെ മാർക്കറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ വാല്യൂ ആഡായിട്ട് അതിനെയൊക്കെ വിൽപ്പന സാധ്യതകളൊക്കെ ഉയർത്താനും ഒക്കെ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സാധ്യമാകും. അവർ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് അത്തരം കാര്യങ്ങളൊക്കെ സ്വയം ചിന്തിച്ച് വികസിപ്പിക്കാൻ ഇതേ ഒരു സ്ഥിതി തന്നെയാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ. ഈ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഒരു പരിധിവരെ തീരദേശ മേഖല എന്ന് വെച്ചാൽ ഒരു ഭാഗം കായംകുളം കായലും ഒക്കെയാണ്. ഈ ഇർഷാദ് പറഞ്ഞ പോലെ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള സാംസ്കാരിക പ്രാധാന്യമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ രാഘവന്റെ സ്ഥലം, അതുപോലെ ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസം ചെയ്ത സ്ഥലം, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്ന സ്ഥലം, ക്ഷമിക്കണം, ശ്രീനാരായണ ഗുരു വന്ന് ഗുരുകുല വിദ്യ ചേവണ്ണൂർ കളരിയൊക്കെ ഉള്ള വളരെയേറെ ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പ്രാധാന്യമുള്ള, അവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ബാക്ക് വാട്ടർ ടൂറിസത്തിന്റെ അവിടെ ഉള്ള വിനോദ കേന്ദ്രങ്ങൾ, അതുപോലെ കണ്ടൽ വനങ്ങൾ ഇവയെല്ലാം ഉണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ സാധ്യത ആണ്. ഈ ബാക്ക് വാട്ടറുമായി ചേർന്ന് നഗരത്തിന് തദ്ദേശീയമായ ഫണ്ട് വികസിപ്പിച്ചെടുക്കാൻ അത്തരം സാധനങ്ങൾക്ക് വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. ദേവികുളങ്ങര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം LDF ആണ് ദീർഘകാലമായി ഭരിക്കുന്നത്, അവിടെ അധികാരത്തിലിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു LDFന്റെ ഒരു കോട്ട തന്നെയാണത്. കോട്ട സ്ഥിരമായി ഈ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും സ്ഥിരമായി LDFന് ഫീഡ് ചെയ്യുന്ന വോട്ട് ഫീഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് അതിനെ കാണാൻ കഴിയുക. അത്തരം ഒരു സ്ഥലമാണ് നമ്മുടെ ഭരണിക്കാവ്. ദേവികുളങ്ങരയ്ക്ക് പൊതുവെ അങ്ങനത്തെ ഒരു LDFന്റെ രാഷ്ട്രീയമുള്ള ഗ്രാമപഞ്ചായത്താണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചുപിടിക്കാൻ UDFന്റെ അതുപോലെ തന്നെ BJPയുടെ വലിയ തോതിലുള്ള ഒരു പോരാട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പോരാട്ടം. BJPക്കും നിർണായക സ്വാധീനം ഉള്ള മേഖലകളുണ്ട്. ദേവികുളങ്ങരയിൽ നിന്നാണ് കഴിഞ്ഞ നിയമസഭാ സ്ഥാനാർത്ഥി അരിത ബാബു വന്നത്. കഴിഞ്ഞ കായംകുളത്ത് മത്സരിച്ച UDF സ്ഥാനാർത്ഥി അരിത ബാബു ഒക്കെ വന്നത് ഈ ദേവികുളങ്ങര. വളരെ പൊളിറ്റിക്കൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രദേശമാണ് ദേവികുളങ്ങര. അതായത് എല്ലാ പാർട്ടികളിലും കൃത്യമായി ആ ഒരു മാൻ പവർ കൊടുക്കുന്ന ഒരു പ്രദേശമാണ് ദേവികുളങ്ങര. ഇനിയിപ്പോ നമുക്ക് അവിടെ നിന്ന് കൃഷ്ണപുരത്തേക്ക് വരാം. BJPയും അവിടെ BJPയും ഒരു നല്ല ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. SNDPയുടെ ഒരു ശക്തി കേന്ദ്രം ആണ്. അതെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വാരണപ്പള്ളി ക്ഷേത്രം നിൽക്കുന്ന സ്ഥലമാണ്. എല്ലാ അർത്ഥത്തിലും വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ദേവികുളങ്ങര. പക്ഷെ അവിടെ LDFന്റെ മേൽക്കൈയാണ് കണ്ടുവരാറുള്ളത്. അവിടെ ഇപ്പോഴും LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കൃഷ്ണപുരത്തേക്ക് വരികയാണ്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. ഇടയ്ക്ക് ഈ പ്രസിഡന്റ് സ്ഥാനത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഒഴിച്ചാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് മേൽക്കൈയുള്ള ഒരു പഞ്ചായത്താണ് പിന്നെ കൃഷ്ണപുരം. പക്ഷെ കൃഷ്ണപുരം തിരിച്ചു പിടിക്കും എന്നുള്ള വളരെ ശക്തമായ വാശിയിലാണ് LDF അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ BJPക്കും നിർണായക ഈ പറഞ്ഞ പോലെ സ്വാധീനം ആ പഞ്ചായത്തിലുണ്ട്. കുറെ ചെറുപ്പക്കാർ ആയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. നമ്മുടെ ദേശീയപാതയ്ക്ക് കിഴക്കുവശമുള്ള മേഖലയാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ തെക്കേ അറ്റത്തെ. കാരണം വെച്ചാൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പല ബോർഡറുകളും പിന്നെ ഷെയർ ചെയ്യുന്നത് കൊല്ലം ജില്ലയുമായിട്ടാണ്. ഓച്ചിറ പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകൾ ഒരു നല്ല ശതമാനം കൃഷ്ണപുരത്താണ്. കൃഷ്ണപുരം കൊട്ടാരമൊക്കെ കായംകുളം നഗരസഭയുടെ പരിധിയിലാണെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ശ്രീനിവാസ് സൂചിപ്പിച്ച നമ്മുടെ ഇപ്പം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് നമ്മുടെ അതിർത്തിച്ചിറ, കായംകുളത്തിൻ്റെ അതിർത്തിച്ചിറ നിൽക്കുന്നത്, അതുപോലെ തന്നെ CPCRI ഉള്ളത്. ഇതിനോട് ചേർന്ന് വരുന്ന താമരക്കുളം ഗ്രാമപഞ്ചായത്ത്, ഈ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നതാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത്. ഈ താമരക്കുളം ആലപ്പുഴ ജില്ലയാണ്. താമരക്കുളം വള്ളികുന്നം പഞ്ചായത്തൊക്കെയാണ്. ഈ വള്ളികുന്നം പഞ്ചായത്താണ് കൃഷ്ണപുരമായിട്ട്. ഈ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് വേറൊരു വലിയ മുറിച്ച് പറഞ്ഞാണ് കേട്ടോ. സാരമില്ല. ഈ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇർഷാദേ. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ചില പ്രദേശങ്ങൾ ഇപ്പോൾ ഈ ഡീലിമിറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചില പ്രദേശങ്ങൾ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്നു, ചില പ്രദേശങ്ങൾ വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്നു. അപ്പോൾ ഈ ആൾക്കാർക്ക് തന്നെ, ജനങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും വരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ വാർഡ് ഇപ്പോഴും അതൊന്നും പരിഹരിച്ചില്ല. പല ഭാഗങ്ങളിലും അങ്ങനെ ഒരു വിഷയമുണ്ട്. ഒരു റോഡിന്റെ അപ്പുറവും ഇപ്പുറവും ഒരു റോഡിന്റെ സൈഡിൽ തന്നെയും പല വീടുകളും രണ്ട് പഞ്ചായത്തുകളിലായിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു ബോർഡർ പഞ്ചായത്താണ്
അതെ. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെയും ആലപ്പുഴ ജില്ലയുടെയും ഒരു ബോർഡർ പഞ്ചായത്താണ്. പക്ഷേ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ നിലവിലത്തെ കക്ഷിനില ആകെ 15 വാർഡാണ് അവിടെ ഉള്ളത്. അതിൽ ഇപ്പം CPM 5 ഇടത്തുണ്ട്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 5 ഇടത്ത് CPM-ൻ്റെ അംഗങ്ങളുണ്ട്. CPI 2 ഇടത്ത് 2 വാർഡുകൾ CPI-യുടെയാണ്. കോൺഗ്രസ് 4, BJP 4. അപ്പോൾ അങ്ങനെ ഒരു ബലാബലം അവിടെയുണ്ട്. യഥാർത്ഥത്തിൽ പിന്നെ LDF-ന്റെ ശക്തി ദുർഗമാണെന്ന് പറയുന്നുവെങ്കിലും നേരിയ എഡ്ജേ ഉള്ളൂ. നേരിയ എഡ്ജേ ഉള്ളൂ. ആ ഒരു എഡ്ജ് നിലനിർത്താൻ കഴിയണം. ആഞ്ഞു പിടിച്ചാൽ യഥാർത്ഥത്തിൽ UDF-ന് ദേവികുളങ്ങരയും അധികാരം പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാൽ അത്രയും സീറ്റുകൾ യഥാർത്ഥത്തിൽ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് കൃഷ്ണപുരത്തേക്ക് വരാം. കൃഷ്ണപുരം വളരെ ഈ കായംകുളം നിയോജക മണ്ഡലത്തിന്റെ ഒരു ബോർഡർ പഞ്ചായത്താണ്. ഒപ്പം തന്നെ കൊല്ലം ജില്ലയോട് ഷെയർ ചെയ്യുന്ന ആലപ്പുഴ ജില്ലയുടെ ഒരു ബോർഡർ. ഈ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പല സ്ഥലങ്ങളും 3 പഞ്ചായത്തുകൾ ചേരുന്ന 3 പഞ്ചായത്തുകളുടെ ചില ജംഗ്ഷൻ പോയിന്റുകൾ വരുന്നുണ്ട്. ഒന്ന് വള്ളികുന്നം പഞ്ചായത്ത്, ഓച്ചിറ പഞ്ചായത്ത്. ഈ ഒരു സൈഡിൽ വള്ളികുന്നം പഞ്ചായത്തും തൊട്ട് സൈഡിൽ ഓച്ചിറ പഞ്ചായത്തും ഇപ്പുറത്തെ സൈഡിൽ കൃഷ്ണപുരം പഞ്ചായത്തും വരുന്നത്. ഈ കൃഷ്ണപുരം പഞ്ചായത്തിൻ്റെ ആ ഒരു ഭൂപ്രകൃതിയിൽ എന്ന് പറയാവുന്ന സ്ഥലത്ത് തന്നെ ഓച്ചിറ പഞ്ചായത്തിൻ്റെ വാർഡുകൾ വന്നിട്ടുണ്ട്. അത് ഈ ഇപ്പോഴത്തെ ഡീലിമിറ്റേഷനിൽ എനിക്ക് തോന്നുന്നു വന്നതാണെന്ന് തോന്നുന്നു. എങ്കിൽ പോലും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഇപ്പം ഭരിക്കുന്നത് UDF ആണ്. അവിടെ പ്രസിഡന്റ് സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ചില ഒരു വിഷയമുണ്ട്. എങ്കിൽ പോലും അതൊക്കെ പരിഹരിച്ച് അവർ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. കൃഷ്ണപുരം നമ്മുടെ ഓണാട്ടുകരയുടെ കാർഷിക സമൃദ്ധിയുടെ ഒരു സ്ഥലമാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണപുരത്തു നിന്നാണ് നമ്മുടെ ഈ പിന്നെ പുരയിട കൃഷി ഏറ്റവും കൂടുതൽ ഉള്ളത്. നമ്മുടെ കരകൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു സ്ഥലമാണ് കൃഷ്ണപുരം. കൃഷ്ണപുരത്ത് ഇലിപ്പക്കുളം വരെ നീണ്ടു കിടക്കുന്ന ഈ പ്രദേശങ്ങൾ പൊതുവെ അല്ലേ അങ്ങനെ വരും. അതുപോലെ തന്നെ നമ്മുടെ ഓച്ചിറ സാംസ്കാരിക ഉത്സവം ആയിട്ടുള്ള ഈ കാളകെട്ട് പോലെയുള്ള ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കരകളിൽ ഒരു കുറച്ച് പ്രധാനപ്പെട്ട കരകൾ പ്രധാനപ്പെട്ട ദർശനം. അതുപോലെ CPCRA നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമായിട്ടുള്ള CPCRA നിലനിൽക്കുന്ന സ്ഥലമാണത്. നമ്മുടെ അതിർത്തി ചിറ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള അതിൻ്റെ അപ്പുറത്തെ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് വരുന്ന വള്ളികുന്നം, താമരക്കുളം പഞ്ചായത്തുകളൊക്കെ പല കാര്യങ്ങളിൽ ഇപ്പം പ്രാദേശിക വിനോദ സഞ്ചാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതും അതുപോലെ താമരക്കുളം പഞ്ചായത്തിലൊക്കെ ഇപ്പം നമുക്ക് നേരത്തെ വനമോ അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളോ മലയോ ഒന്നും ഇല്ലാത്ത ജില്ലയാണ് ആലപ്പുഴ ജില്ല. പക്ഷെ അതെല്ലാം ഉണ്ടായിരിക്കുന്നു എന്നാണ് താമരക്കുളത്തു നിന്നൊക്കെ കേൾക്കുന്ന വളരെ സന്തോഷകരമാണ്. കൃഷ്ണപുരത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്വഭാവം 2005 LDF അവിടെ ഭരണം പിടിക്കുകയായിരുന്നു. 2005 പിന്നെ 2010 ആയപ്പോഴത്തേക്ക് ചിത്രം മാറി. 2015 വീണ്ടും LDF-ന് വന്നു. 2015 പിന്നീട് 2020 തിരിച്ചു പിടിച്ചു. അപ്പം എന്താ പറയുന്നത്, ഈ കോൺഗ്രസ് ബലാബലം വന്ന ഒരു പഞ്ചായത്താണ്. അവിടെ ആകെ ഇപ്പോഴുള്ള 17 വാർഡുകളാണ്. 17 വാർഡിലും കോൺഗ്രസ് 17 വാർഡിൽ കോൺഗ്രസ് 7 വാർഡിൽ ഇപ്പം നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് 7 വാർഡുകളിൽ കോൺഗ്രസിന്റെ അംഗങ്ങളാണുള്ളത്. 6 വാർഡുകളിൽ LDF, BJP 4 വാർഡുകളിലുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ദേവികുളങ്ങര പഞ്ചായത്തിന്റെ ഒരു വേറൊരു ചിത്രം ദേവികുളങ്ങര പഞ്ചായത്തിലൊരു പഞ്ചായത്തിന്റെ സദൃശ്യമായിട്ട് വരുന്നു. ഇനി നമുക്ക് പിന്നെ പോകേണ്ട ഇനിയും കണ്ടല്ലൂർ പഞ്ചായത്ത് നമ്മൾ പറഞ്ഞല്ലോ. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില നമ്മൾ നോക്കിയില്ല, പറഞ്ഞില്ല. അവിടെ ഇപ്പം പിന്നെ കക്ഷിനില കണ്ടല്ലൂർ നിലവിലെ കക്ഷിനില ആകെ 15 വാർഡാണ് ഉള്ളത്. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ആ രീതിയിലാണ് ഈ പറഞ്ഞ പോലെ BJP മെമ്പർമാരില്ല. അപ്പോൾ കൃഷ്ണപുരത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന പഞ്ചായത്താണ് ഭരണിക്കാവ്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് നേരത്തെ മാവേലിക്കര ആയിരുന്നു, മാവേലിക്കര നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോഴാണത് നമ്മളുടെ കായംകുളം നിയോജകമണ്ഡലത്തോടൊപ്പം ചേർന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ കാർഷിക പ്രാധാന്യമുള്ള ഈ കട്ടച്ചിറ വയൽ എന്നൊക്കെ പറഞ്ഞ് വലിയ കൃഷിയിടങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഓണാട്ടുകരയുടെ യഥാർത്ഥത്തിൽ അഭിമാന പ്രതീകങ്ങളായിട്ടുള്ള പ്രധാന കാർഷിക കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഭരണിക്കാവ് എന്ന് പറയുന്നത്. ഒരുപാട് പുരയുടെ കൃഷികൾ ഉള്ള അതുതന്നെയാണ് അവരുടെ ഒരുപാട് മനുഷ്യരുടെ ഉപജീവനവും. അത് ഒരുപാട് ചന്തകൾ, അന്തിചന്തകൾ ഒക്കെയുള്ള സ്ഥലമാണ്. ഇപ്പോഴൊരു ഗ്രാമവിശുദ്ധിയിലൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വേണമെങ്കിൽ പറയാം. ഒത്തിരി സ്കൂളുകളുമുണ്ട് അവിടെ. അതെ, അങ്ങനെയുണ്ട് വിദ്യാഭ്യാസം. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അത് പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ
കായംകുളം വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം ആ മേഖലയിൽ ഉണ്ട് എന്നത് വളരെ പ്രാധാന്യം. അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രബുദ്ധത കൂടി സൂചിപ്പിക്കുന്നതാണ് അത്തരം വിദ്യാലയങ്ങൾ ആ പ്രദേശത്തു നിന്നുണ്ട് എന്ന് പറയുന്നത്. സ്വകാര്യമായും എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിൽ മികച്ച വിദ്യാലയങ്ങൾ ഉള്ള സ്ഥലം ആണ് ഈ പറഞ്ഞ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത്. LDF ആണ് ഭരിക്കുന്നത്. ഇപ്പോൾ LDF ആണ് അവിടെ അധികാരത്തിൽ ഇരിക്കുന്നത്. അത് വ്യക്തമായ 25 വർഷമായിട്ട് ഇടതുപക്ഷ കുത്തകയായിട്ട് വന്നിരുന്ന വാർഡാണ്. 25 വർഷം LDFന്റെ കുത്തകയായിട്ടുള്ള ഈ കായംകുളത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ കൃത്യമായി ഈ പറഞ്ഞ പോലെ താഴെ പോകാത്ത ലീഡ് നില കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണത്. അത് LDFന് ഏറ്റവും കൂടുതൽ വോട്ട് സംഭാവന ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണത്. 22 വാർഡിലും അവിടെ CPM മത്സരിക്കുമ്പോൾ 22 വാർഡിൽ 20 വാർഡിൽ CPM-ഉം 2 വാർഡിൽ CPI-യുമാണ് ഇപ്പോൾ LDFിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് 21 സീറ്റിലും കേരള കോൺഗ്രസ്സാണ് 1 വാർഡിൽ മത്സരിക്കുന്നത്. അവിടെ BJPയുടെ സാന്നിധ്യം പറ്റേ പിന്നിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. BJPയുടെ സാന്നിധ്യമുണ്ട്, അത് ഇരു കക്ഷികളുടെയും വോട്ട് നിലയെ ബാധിച്ചേക്കാം. അതേസമയം മറ്റ് ഗ്രാമപഞ്ചായത്തിലുള്ള പോലെ സ്വാധീനം ഭരണിക്കാവിൽ BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. ആകെ അവിടെ 21 വാർഡാണ് ഉണ്ടായിരുന്നത്. CPM-ന് 12 മെമ്പർമാരുണ്ടായിരുന്നു. അതെ. NCPക്ക് ഒരു മെമ്പർ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ കോൺഗ്രസിന് 8. വലിയൊരു ഒരു കേവല ഭൂരിപക്ഷത്തിനപ്പുറം പോകുന്ന ഒരു സംഖ്യയാണത്. എങ്കിൽ പോലും ഈ വാർഡ് പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വാശിയിലാണ് UDF. അവിടെ മറ്റൊരു സംഭവങ്ങളുണ്ടായത്. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കിയ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതൊരു പരാതിയെ തുടർന്ന് ഒരു സ്ഥാനാർത്ഥി അവിടെ കരാറുകാരൻ, ഒരു കരാർ ജോലി ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഒരു പരാതി പോയി. അങ്ങനെ ആ ഒരു സംഭവം അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായിട്ടൊക്കെ ഇരുന്ന ആളവിടെ മത്സരിക്കുന്നുണ്ട്. ഏതായാലും വളരെ എന്താ പറയുന്നത്, നല്ല മത്സരം അവിടെ കാഴ്ചവെക്കാൻ പറ്റും മുന്നണികൾക്ക്. അത്തരത്തിലുള്ള ഒരു പഞ്ചായത്താണത്. ഇനി നമുക്ക് ചെട്ടുകുളങ്ങരയിലേക്ക് പോകാം. ചെട്ടുകുളങ്ങര അറിയാമല്ലോ, ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രം ഉള്ള പഞ്ചായത്താണ് ചെട്ടുകുളങ്ങര. ഈ പറഞ്ഞ പോലെ കാർഷിക പ്രാധാന്യം ഏറെ ഉള്ളതാണ്. കരിപ്പുഴ പുഞ്ച അടക്കം വലിയ കാർഷിക പ്രാധാന്യമുള്ള സ്ഥലമാണ്. പിന്നെ മാവേലിക്കരയുടെ ഒരു ബോർഡർ വരുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണിക്കാവിനെ പോലെ തന്നെ മാവേലിക്കരയോടൊപ്പം മാവേലിക്കര മണ്ഡലവും മാവേലിക്കര പ്രദേശവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. ഓണാട്ടുകര എന്ന് പറയുന്ന ഓണാട്ടുകരയുടെ ഒരു കേന്ദ്രമായിട്ട് പലരും ചെട്ടുകുളങ്ങരെ വിശേഷിപ്പിക്കാറുണ്ട്. കാര്യം നമ്മൾ ഈ പറഞ്ഞ പഞ്ചായത്തുകളെല്ലാം തന്നെ ഓണാട്ടുകരയുടെ എല്ലാ ആ പ്രദേശങ്ങൾ നോക്കിയാൽ, ഡെമോഗ്രഫിക് ഫീച്ചർ എല്ലാം നോക്കിയാൽ തീർച്ചയായിട്ടും അങ്ങനെ വരുന്നുണ്ട്. ഓണാട്ടുകരയുടെ സ്വഭാവവിശേഷമാണ് അതിനുള്ളത്. ഓണാട്ടുകര ഈ പറഞ്ഞ ചെട്ടുകുളങ്ങര പലപ്പോഴും LDF ആണ് അധികാരത്തിലിരുന്നിട്ടുള്ളത്. നിലവിലും LDF തന്നെയാണ് ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത്. ഈ 2020 തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കാരണം BJP അവിടെ 2ാം സ്ഥാനത്താണ്. കോൺഗ്രസിൽ ഒരു മെമ്പറുള്ളപ്പോൾ BJP 6 വാർഡുകളിൽ BJP ഉണ്ട് അവിടെ. BJPക്ക് ഒരു വലിയ LDFന് CPM 14 സീറ്റുകളിൽ 14 സീറ്റുകളിൽ LDF-ഉം അതുപോലെ തന്നെ 6 സീറ്റിൽ BJP-യും. ഇപ്പോൾ ഒരു വാർഡ് കൂടി 22 വാർഡാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 21 വാർഡായിരുന്നു. ഇപ്പോൾ 22 വാർഡുകളാണ്. അവിടെ 21 വാർഡുകളിൽ ഒരു സ്വതന്ത്ര ഉൾപ്പെടെ 19 ഇടത്തും CPM മത്സരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു സ്വതന്ത്ര ഉൾപ്പെടെ 3 സീറ്റിൽ CPI ഉണ്ട് മത്സരത്തിന് ഇപ്പം ഈ കുറി. അപ്പം BJP 22 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്, കോൺഗ്രസ് 22 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസ്സിന് ഈ പറഞ്ഞ പോലെ വ്യക്തമായ ഈ പഞ്ചായത്ത് പിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നിൽക്കുകയാണ് മറ്റ് 2 കക്ഷികളും. നിലവിൽ കോൺഗ്രസിന്റെ കക്ഷിനില വളരെ ദയനീയമാണ്. അതേ അവസരത്തിൽ ഇനി ഈ പോരാട്ട വീര്യമുണ്ട്, വളരെ ശക്തമായി രംഗത്തുണ്ട് കോൺഗ്രസും. അതേസമയം BJP-യും അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് 6 സീറ്റുകളാണ്. പിന്നെ ഈ പറഞ്ഞ ചെട്ടുകുളങ്ങര ക്ഷേത്രം നിൽക്കുന്ന പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഒരു ക്ഷേത്ര പഞ്ചായത്ത്, ആ ഒരു രീതിയിലുള്ള വലിയ ഇടപെടൽ ഉണ്ടാകേണ്ട ഒരു പഞ്ചായത്താണ്. ഒപ്പം തന്നെ അവിടുത്തെ ഓടകളും ഒക്കെ സംബന്ധിച്ച് ഒത്തിരി ഈ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം പല റോഡുകളും നല്ലതല്ല എന്നുള്ളത്, ഗ്രാമീണ റോഡുകളിൽ മുഴുവനായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട്. എങ്കിൽ പോലും അതിൽ കൂടുതലായിട്ട് ചില
കാര്യങ്ങൾ പരാതികൾ അവിടുന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓടയുമായിട്ട് സംബന്ധിച്ച് ഇത് ശ്രീനിവാസ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു ഹെറിറ്റേജ്, നമ്മുടെ ഓണാട്ടുകരയുടെ ഒരു പാരമ്പര്യത്തെ എടുത്തു കാണിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഈ പറഞ്ഞ ചെട്ടികുളങ്ങരയിലെ കുംഭഭരണി ഉത്സവത്തിൻ്റെ പ്രതീകങ്ങൾ പലതും ഇതിന് നമ്മുടെ ഒരു ഐക്കണായി എടുത്ത് കാണിക്കാറുണ്ട്. അത്തരം സാധനങ്ങൾ, അത്തരം പ്രാധാന്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാര വഴികൾ, അത്തരം സാധനങ്ങൾ ചെട്ടികുളങ്ങര പഞ്ചായത്ത് സാധ്യതയുണ്ട്, വളരെ സാധ്യതയുള്ളതാണ്. വികസന സാധ്യതകൾ പുതുതായി കണ്ടെത്തേണ്ടത്, അത്തരം സാധനങ്ങളുടെ ഒരു ആ ഹെറിറ്റേജിൻ്റെ പൈതൃക നമ്മൾ എടുത്തു കാണിക്കുന്ന മ്യൂസിയങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ അവിടുത്തെ കുത്തിയോട്ട പാട്ട്, ഇങ്ങനെയൊക്കെ പോലുള്ള കലാരൂപങ്ങൾ, ഓണാട്ടുകരയുടെ മാത്രം കുത്തിയോട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ചെട്ടികുളങ്ങര ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വെച്ച് ഒരു മ്യൂസിയം തയ്യാറാക്കാവുന്നതാണ്. അത്തരം ഒത്തിരി പ്രതീകങ്ങളും ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ചെട്ടികുളങ്ങരയിൽ നിന്ന് അതിപ്പോൾ ഒരു യാത്ര പോലെ ചെട്ടികുളങ്ങരയിൽ നേരെ തിരിഞ്ഞ് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വളരെ നമ്മുടെ കായംകുളം നഗരസഭയോട് ഏറ്റവും ഒട്ടി നിൽക്കുന്ന, ഒരുപക്ഷെ നേരത്തെ കൃഷ്ണപുരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കായംകുളം നഗരസഭയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് പത്തിയൂർ. ഭയങ്കരമായ പൊളിറ്റിക്കൽ പൊട്ടൻഷ്യലുള്ള ഒരു UDF സംബന്ധിച്ചിടത്തോളം, കായംകുളത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ CPM സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേതാക്കളെ സംഭാവന ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഒരു പഞ്ചായത്ത്. തച്ചടി പ്രഭാകരനടക്കം, അതെ, തച്ചടി അതെ, എല്ലാ പാർട്ടികളും, CPIയുടെ സുകുമാരൻ സാറ്, ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സുകുമാരൻ സാർ, ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രമുഖരായ ആളുകളെ വന്നിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരു സ്ഥലമാണ് പത്തിയൂർ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ബാലൻസ് എന്ന് പറയുന്നത് അവിടെ, അതുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ മതക്കാരും, എല്ലാ കമ്മ്യൂണിറ്റിയും വളരെ സംഘടിതമായി തന്നെ ബാലൻസ് ചെയ്തു പോകുന്ന ഒരു പ്രദേശമാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. പത്തിയൂർ ഒരു ഇടത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അങ്ങനെയാണ് കണ്ടുവരാൻ. കോൺഗ്രസും അവിടെ കോൺഗ്രസും അവിടെ ഭരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും LDF-നോട് ചാഞ്ഞ് നിൽക്കുന്ന ഒരു ട്രെൻഡാണ് എപ്പോഴും അവിടെ കാണിക്കാറ്. അതേസമയം BJP എമർജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു വലിയ എടുത്തു പറയേണ്ട കാര്യം. അതാണ് BJP ആ ഗ്രാമപഞ്ചായത്തിൽ എമർജ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ, കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ ആകെ അവിടെ ഉള്ള വാർഡുകളുടെ എണ്ണം 19 അതിൽ അന്ന് CPM 12 ഇടത്തും, അതിൽ നമ്മുടെ ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വശവും ചില വാർഡുകളുണ്ട്. CPIക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് 2 സീറ്റ് ഉണ്ടായിരുന്നു ആകെ. അപ്പോഴാണ് BJP 4 സീറ്റിലോടെ. അത് അപ്പോൾ നമ്മൾ ഈ നേരത്തെ ചെട്ടികുളങ്ങരയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷം BJP. ചെട്ടികുളങ്ങരയിൽ 6 സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ പത്തിയൂരിൽ 4 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസ് 2 സീറ്റിലേക്ക്, കോൺഗ്രസ് അധികാരത്തിലിരുന്ന ഒരു പഞ്ചായത്താണ് ഈ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത്. അവിടെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കക്ഷിനില വളരെ ദയനീയമായിരുന്നു. 2 സീറ്റുകൾ മാത്രം ആണ് ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് മുന്നോട്ട് വരാൻ ഉള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ശ്രമത്തിലാണ് ഈ കോൺഗ്രസിലെ ഒരു ഈ യുവനിര, ഈ പറഞ്ഞ പോലെ യുവനിര, അവിടെ കുറച്ച് യുവനിരയിൽപ്പെട്ട കുറേ നേതാക്കൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ LDF-ലുണ്ട്. പറഞ്ഞല്ലോ, നേതാക്കളെ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ മൊത്തം കക്ഷി നില നോക്കുകയാണെങ്കിൽ കായംകുളം നിയോജക മണ്ഡലത്തിൽ കായംകുളം മുനിസിപ്പാലിറ്റിയും 4 പഞ്ചായത്തുകളും ആണ് LDF-ന്റെ അധികാരത്തിൽ ഉള്ളത്. പിന്നെ വാർത്തയിൽ ഇടം നേടിയ ഒരു പഞ്ചായത്ത് കൂടിയായിരുന്നു അടുത്ത സമയത്ത്. അവിടെ സ്വദേശിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടിരുന്ന ആള് പാർട്ടി മാറി BJP-യിൽ ചേർന്നു. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി, വലിയ വിവാദങ്ങളും തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ. ഇപ്പോൾ അദ്ദേഹം BJP-യിൽ ചേർന്നു. BJP നേതൃത്വ സംസ്ഥാന വക്താവായി. അതെ, ആ രീതിയിലേക്ക് പോയ ബിബിൻസി ബാബു. അതെ അല്ലെ. അപ്പോൾ അദ്ദേഹം അപ്പം അതൊക്കെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഡിസംബർ 14 അറിയാം. 13 അറിയാം. അതെ, 13 അറിയാം. ഡിസംബർ 13 വോട്ടെണ്ണുമ്പോഴറിയാം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളത്. മാവേലിക്കര നഗരസഭ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പക്ഷെ മാവേലിക്കര നഗരസഭ വലിയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ കേരളമാകെ ശ്രദ്ധിച്ച ഒരു കൗതുകം അവിടെ ഉണ്ടായിരുന്നു. അവിടെ മൊത്തം 28 വാർഡുകളാണുള്ളത്. അതിൽ 9 എന്ന് പറഞ്ഞ് 3 മുന്നണികൾക്കും തുല്യമായി വീതിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിലുണ്ടായിരുന്നു. ഒരു സ്വതന്ത്രനും 28-ൽ 27 3 മുന്നണികൾ
പങ്കിട്ടു 9-9 വെച്ച്. ഒരു സ്വതന്ത്രൻ മാത്രം. ആ സ്വതന്ത്രനിലേക്ക് ഭയങ്കര സ്വതന്ത്ര LDF CPM നേതാവായിരുന്നു അദ്ദേഹം, KV ശ്രീകുമാർ. അദ്ദേഹം പിന്നീട് ചില അസ്വസ്ഥതകളെ തുടർന്ന് സ്വതന്ത്രനായിട്ട് മത്സരിച്ച്, റിവൽ സ്വഭാവമുള്ള സ്വതന്ത്രനായിട്ട് മത്സരിച്ച് അദ്ദേഹത്തിലേക്ക് പിന്നെ ഈ ഭരണത്തിന്റെ ഘട്ടം വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പാനന്തര അഭ്യാസങ്ങളിൽ UDF അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തിന് ലഭിച്ചത് UDF-നായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം UDF-ആയിട്ട് ഇടറി, അങ്ങനെ പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ LDF-ൽ ഉണ്ടായിരുന്ന ഒരു കേരള കോൺഗ്രസിന്റെ ആള് ഇപ്പുറത്തോട്ട് വന്നു. കൗൺസിലറെ പിടിച്ചുകൊണ്ട് വീണ്ടും UDF തന്നെ അധികാരം, വീണ്ടും എന്ന് വെച്ചാൽ UDF തന്നെയാണ് തുടർച്ചയായിട്ട് അധികാരം, ചെയർമാൻ മാറി. ഇർഷാദ്, അതിനകത്തൊരു പ്രത്യേകത അതായത് വളരെ പൊളിറ്റിക്കലി ഡൈനാമിക് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവര് കൃത്യമായി ഈ 3 പേർക്കും ആരെയും പടക്കിയില്ല അവിടുത്തെ ജനങ്ങളെ. ഡൈനാമിക്സ് ഒന്നും എനിക്ക് അഭിപ്രായമില്ല. പിണക്കിയില്ല എന്നുള്ള ഡൈനാമിസം അവരുടെ നിലപാടിന്റെ ഒരു പ്രശ്നം. മാവേലിക്കര സംബന്ധിച്ച് നമ്മൾ നേരത്തെ കായംകുളത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മാവേലിക്കരയും ഒരു പൗരാണികമായ ഒരു നഗരം കൂടിയാണ്. വളരെ കണ്ടിയൂർ അമ്പലമൊക്കെ സ്ഥിതി ചെയ്യുന്ന. തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ രസകരമായിട്ട് പറയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് വള്ളംകളി പോലെ നമുക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ ഫൈനലിനെ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. വള്ളംകളിയിൽ ചിലപ്പോൾ 4 വള്ളങ്ങളും ഒരേപോലെ വന്നിട്ട് ഫോട്ടോ ഫിനിഷ്, അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ പോകും, വലിയ ബഹളമൊക്കെ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഒരു ആംഗിളിൽ അത് ശരിയായ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയാന്ന് പറയാം. ഒപ്പം കുതിരക്കച്ചവടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നു. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മാവേലിക്കരെ സംബന്ധിച്ചിടത്തോളം മാവേലിക്കരയിലും കായംകുളത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക്കായ വികാസം യഥാർത്ഥത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു മാവേലിക്കരയിലെ ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് ഏറ്റവും പഞ്ചായത്ത് ഈ മാവേലിക്കരയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുമായിട്ട് നമ്മൾ കൂടുതൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് 1-2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവേലിക്കര നഗരത്തിൽ കൂടെ ഒരു തോടൊഴുകുന്നുണ്ട്, കോട്ടത്തോട്. ആ തോടിനൊരു സംരക്ഷണം ഉണ്ടായിട്ടില്ല. മാലിന്യ കൂമ്പാരമുണ്ട്, മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്, സംരക്ഷണ ഭിത്തിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഒപ്പം തന്നെ നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നഗരത്തിൽ ട്രാഫിക് ബ്ലോക്കാണ്. ഈ കാര്യം വെച്ചാൽ ഈ കൊച്ചു റോഡുകളാണ് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ നമ്മളോട് പങ്കുവച്ച വിവരം. നമ്മളുടെ പ്രാദേശിക റിപ്പോർട്ടർമാരൊക്കെ പോയി അതിൽ പരിശോധിച്ചപ്പോൾ അവർ വളരെ കറക്റ്റാണ്. ഈ പറയുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ വലിയ സാധ്യതയുള്ള ഒരു നഗരസഭയാണ് പിന്നെ മാവേലിക്കര. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, രാജാ രവിവർമ്മയുടെ കാര്യം അറിയാം. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ഇന്ത്യയിലെ ലോകപ്രശസ്തരായ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കരുമാടിക്കുട്ടൻ ഉണ്ട്, AR സ്മാരകം നിൽക്കുന്നു, കൊട്ടാര സമുച്ചയങ്ങളുണ്ട് അവിടെ. ഈ തിരുവിതാംകൂർ രാജവംശമായിട്ടൊക്കെ ബന്ധമുള്ള കൊട്ടാരങ്ങളുണ്ട്, മാവേലിക്കര ക്ഷേത്രമുണ്ട്. അങ്ങനെ വളരെ സാംസ്കാരിക ഒട്ടേറെ പ്രതിഭകളുള്ള സ്ഥലമായിരുന്നു. നരേന്ദ്രപ്രസാദിനെ പോലെ, BP ശിവകുമാറിനെ പോലെ, അല്ലേ, ഒട്ടേറെ പ്രതിഭകളുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ തീർച്ചയായിട്ടും ചരിത്രപരമായ ഒരുപാട് പങ്കുള്ള, ചരിത്രപരമായ ഒരുപാട് പൈതൃകം പേറുന്ന ഒരു നഗരമാണ് തരത്തിൽ മാവേലിക്കര. പക്ഷേ ആ പൈതൃകത്തിൻ്റെ ഒരു വികാസം, അതിൻ്റെ ഒരു സാധ്യത മുതലാക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരുപാട് കൊട്ടാരക്കെട്ടുകളുടെ പൗരാണിക നഗര പ്രത്യേകത, ബുദ്ധൻ്റെ ഒരു ബുദ്ധ ജംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ പഴയ ബുദ്ധ പാരമ്പര്യത്തിൻ്റെ ഒരുപാട് പ്രതീകങ്ങൾ, ഒരുപാട് ശേഷിപ്പുകളുള്ള ഒരു സ്ഥലമാണ്. നേരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. കേരള പാണിനി സ്മാരകം ഉള്ള സ്ഥലമാണ് മാവേലിക്കര. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ചരിത്ര മ്യൂസിയം, അതല്ലെങ്കിൽ ആ തരത്തിൽ ഉള്ള ഒരു ടൂറിസം പാക്കേജൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കുവാൻ മാവേലിക്കര നഗരത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ശുഷ്കമായ ഒരു വികാസത്തിൻ്റെ ഒരു സാധ്യത. അവിടെ ഫുഡ് കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ ഉണ്ട്, വലിയ സംഭരണിയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും മാവേലിക്കര നഗരത്തിന് ഒരു കേന്ദ്ര വിഹിതങ്ങൾ ലഭ്യമാകുന്ന ഒരു വികാസം ഉണ്ടാകും. അതിനൊരു കാരണമായിട്ട് അവർ പറയുന്നത് നഗര ജനസംഖ്യ കുറവാണ്. അവിടെ അവിടുത്തെ വാർഡുകളുടെ എണ്ണം വെറും 28 എണ്ണം മാത്രമാണ്. പിന്നെ ഒരു ഈ ജനങ്ങൾ തന്നെ ഒരു സജഷൻ അതിനകത്ത് പറയുന്നുണ്ട്. സമീപ പഞ്ചായത്തുകളുണ്ട്, അതിൽ കുറച്ച് വാർഡുകൾ ചേർത്ത് കഴിഞ്ഞാൽ നഗരസഭ കുറച്ചുകൂടെ വിപുലമാകും. നഗരസഭയ്ക്ക് ഈ കേന്ദ്ര പദ്ധതികളും മറ്റുമൊക്കെ
കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് അവിടുത്തെ ജനങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. ഒപ്പം തന്നെ വേറൊരു കാര്യം, ഏതായാലും മാവേലിക്കര വോട്ടർമാർ ഈ 9-9-9 എന്നുള്ള പ്രതിസന്ധിയിൽ ഈ പ്രാവശ്യം മുന്നണികളെ രക്ഷപ്പെടുത്തുമായിരിക്കും എന്നായിരിക്കും. അത് തന്നെ തീർച്ചയായും. ഇതാണ് ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഈ മാവേലിക്കരയ്ക്ക് ഒരു പ്രത്യേകതയുള്ള, മാവേലിക്കര ഒരു കാർഷിക അപ്പർ കുട്ടനാടിൻ്റെ ചില ഭാഗങ്ങൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടുന്ന് മാവേലിക്കരയിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ചെന്നിത്തല പഞ്ചായത്ത്. അവിടെ ഈ പറഞ്ഞ പോലെ നെല്ല് സംഭരണവുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. നെല്ല് ഈ അപ്പർ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്. അത് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് പരിഹരിക്കപ്പെടേണ്ട ഒന്നാണ്. അവർക്ക് വേണ്ടത്ര സംഭരണികളില്ല എന്നുള്ളത്. എത്ര കർഷകർ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ, അവർ കൊയ്തെടുത്ത നെല്ല് അത് സംഭരിക്കാനിടം ലഭ്യമാകുന്നില്ല. അതുപോലെ സംവിധാനം, അതിന് പെട്ടെന്ന് തന്നെ ക്രയവിക്രയം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, മഴ പെയ്തു കഴിഞ്ഞാൽ അത് മൊത്തം കിളിർത്തു പോവുക, കുതിർന്നു പോവുക എന്ന് പറഞ്ഞ അവസ്ഥയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇത് ദീർഘകാലമായി കുട്ടനാടിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സ്റ്റോറുകൾ, വെള്ളത്തിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വലിയ സംഭരണികൾ ഉണ്ടാക്കാൻ പറ്റുന്ന വാർപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, പിന്നെ കർഷകർക്ക് പണം കിട്ടുന്ന കാലതാമസം ഉണ്ടാകാത്ത രീതിയിൽ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ കുട്ടനാടിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ വാട്ടർ ബോഡി കൂടുതലുള്ള സ്ഥലമാണ്. സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ഉൾനാടൻ ഫിഷിംഗ്, അത്തരം സാധനത്തിനുള്ള സാധ്യതകളൊക്കെ ഉള്ളത് ഒരു സ്ഥലമാണ്. ഒരുപാട് ചെന്നിത്തലയിലെ ചില പ്രദേശങ്ങളിൽ പക്ഷിപ്പനിയൊക്കെ വന്ന ചില എഫക്ട് ചെയ്ത, അപ്പം കാർഷിക പ്രദേശമാണെന്നുള്ളതാണ് ആ ഭാഗം മുഴുവനും അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ മാന്നാറുണ്ട്. മാന്നാർ ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ, ഓട്ട് വ്യവസായത്തിൻ്റെ വലിയ സാധ്യതയുള്ള ഒരു ഓട്ട് വ്യവസായത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഓട്ടുപാത്ര വ്യവസായത്തിൻ്റെയും ശില്പ നിർമ്മിതിയുടെ. തഴക്കര തിരിച്ചു വരുമ്പോൾ തഴക്കരയിലേക്ക് നമ്മൾ വരുമ്പോൾ തഴക്കരയും ഗ്രാമപഞ്ചായത്ത്, തഴക്കര ഈ പറഞ്ഞ പോലെ കാർഷിക പ്രദേശമാണ്. ഓണാട്ടുകരയുടെ എല്ലാ കൃഷിയുടെ ഭംഗിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ തഴക്കര, തെക്കേക്കര. ഇത് നമ്മൾ ആദ്യം തന്നെ ഇപ്പം എപ്പോഴും വീണ്ടും പറയുന്നതിനകത്ത് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു ഫാം ടൂറിസം എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഫാം ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൃഷിയിടങ്ങൾ, ആ കൃഷിയുടെ വൈവിധ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ, ഇവയെല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വന്നു തഴക്കര. ഇവിടെ എല്ലാം LDF ആണ് ഭരിക്കുന്നത്. തഴക്കര, ചുനക്കര ഗ്രാമപഞ്ചായത്തുണ്ട്. ചുനക്കര ഗ്രാമപഞ്ചായത്തും പാലമേൽ ചുനക്കര കഴിഞ്ഞിട്ടാണ്. ഈ ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകത, അതും ഈ പറഞ്ഞ പോലെ വല്ല സാംസ്കാരിക പ്രാധാന്യമുള്ള ഒട്ടേറെ പ്രതിഭകളൊക്കെ ഉള്ള ഇതാണ്. ഇപ്പൊ ഈ ഈ ഭാഗത്തൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാട്ടുപന്നി ശല്യം വലിയ തോതിൽ അവിടെ, പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ തെരുവുനായ ശല്യം പോലെ തന്നെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ നഗരജീവികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ഒന്നായിരിക്കും ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. പക്ഷേ എങ്കിലും കായംകുളത്തടക്കം കാട്ടുപന്നി ശല്യം ഉണ്ടായിട്ടുണ്ട്. പരിചിതമല്ലായിരുന്നു, ഇപ്പം അത് പരിചിതമാണ് ആൾക്കാർക്ക്. കാട്ടുപന്നി ശല്യം വളരെയേറെ. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഒരു എത്രയോ ഏക്കർ സ്ഥലത്ത് തന്നെ ഈ കാട്ടുപന്നിയുടെ വിളയാട്ടം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ലോക്ക്ഡൗൺ ആയപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ വന്യജീവികൾ കരയിലേക്കും നാട്ടിലേക്കും പ്രളയമൊക്കെ അതിനൊരു കണക്കമാണ്. പ്രളയം. പിന്നെ അതുപോലെ ഈ തെരുവുനായ ശല്യം, അത് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. ഈ പഞ്ചായത്തുകളുടെ മുന്നിലുള്ള, മുനിസിപ്പാലിറ്റിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ തെരുവുനായ ശല്യം. വളരെ ആസൂത്രിതമായി അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം, അല്ലെങ്കിൽ അതൊരു കൺസേൺ ആയി എടുത്തുകൊണ്ട് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയങ്ങൾ, അത്തരം സമയങ്ങളിലെങ്കിലും അവർക്ക് മതിയായ സുരക്ഷ നൽകുവാൻ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ജനങ്ങൾ ഭീതിയില്ലാതെ. ഇപ്പം പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഈ കടിക്കുന്നവർക്ക് വാക്സിൻ എടുത്താൽ പോലും പലയിടത്തും മരണമടഞ്ഞ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട, ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ തെരുവുനായ ശല്യം. അതുപോലെ തന്നെ കാട്ടുപന്നി ശല്യം. കാട്ടുപന്നി കാർഷിക വിളകൾക്ക് മാത്രമല്ല, മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായി പരിക്കേൽക്കുന്ന സംഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസ്, നമ്മുടെ ഈ മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും എടുത്താൽ മുനിസിപ്പാലിറ്റി മാത്രമാണ് UDF ഭരിക്കുന്നത്. അതെ. മറ്റ് ഗ്രാമപഞ്ചായത്തുകളെല്ലാം ഭൂരിഭാഗവും LDF ഭരണത്തിൽ തന്നെയാണ്. മാവേലിക്കര നഗരസഭയിൽ ഒക്കെ ഉള്ളൊരു വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ രാഷ്ട്രീയ പാർട്ടികളിലെ നേതൃനിരയിൽ വരുന്നവരൊക്കെ ഈ
ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു വലിയ ഒരു അഭിപ്രായം നമ്മൾ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇടതുപക്ഷത്തിൻ്റെ ചില നേതാക്കളൊക്കെ ഈ മാവേലിക്കര പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ സമീപ പഞ്ചായത്തുകളിലെ നഗരത്തിലല്ല എന്നൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ വീര്യം, അതിപ്രസരമല്ല, ഒരു രാഷ്ട്രീയ വീര്യം, പൊളിറ്റിക്കൽ എന്താണ് അതിന്, പൊളിറ്റിക്കൽ ഒരു ഇങ്ങനെ ഇടിച്ചു കയറാനുള്ള അങ്ങനത്തെ ഒരു ഇതിലിങ്ങനെ വാശി വീർക്കുള്ള ഒരു പ്രദേശങ്ങളാണ് ഈ മാവേലിക്കര. അത് എല്ലാ പാർട്ടികളിലും അത് തന്നെ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വാർത്തകളൊക്കെ കണ്ടാൽ മനസ്സിലാകും, വളരെ രാഷ്ട്രീയ വീര്യമുള്ള ജനങ്ങളാണ് മാവേലിക്കര മണ്ഡലത്തിൽ പൊതുവിൽ കാണാൻ കഴിയുന്നത്. മാവേലിക്കര, കായംകുളം നിയമസഭാ നിയോജക മണ്ഡലങ്ങളും അവിടുത്തെ മണ്ഡലത്തിൽ വരുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെയാണ് നമ്മൾ വിലയിരുത്തിയത്. അപ്പം ഇതിനോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. ഇപ്പോൾ നമ്മൾ മാവേലിക്കര കായംകുളമൊക്കെ കവർ ചെയ്ത് നമുക്കിനിയും ഹരിപ്പാടോട് പോവുകയാണെങ്കിൽ, ഹരിപ്പാട് പൊതുവേ UDFന് ഒരു പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളാണ് അവിടെ മിക്കവാറും ഉള്ളത്. ഹരിപ്പാട് നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ പഴയ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല MLA ആയിരുന്നത് കൊണ്ട് ആ പ്രദേശത്തിന് UDFന് നല്ല ഒരു മേൽക്കൈ ഉണ്ടായി. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത്, ചിങ്ങോലി, ഈ സ്ഥലങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ടും UDFന് മേൽക്കൈ. ഹരിപ്പാട് നഗരസഭ തന്നെ UDF ഭരണത്തിന്റെ കീഴിലാണ്. ഹരിപ്പാടിനും ഈ പറഞ്ഞ പോലെ ഈ ചരിത്ര പ്രാധാന്യം എല്ലാ സ്ഥലങ്ങൾക്കും ഉണ്ട്. ഹരിപ്പാടിന് മറ്റൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദേശീയപാതയുടെ ഓരത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്ര നഗരിയാണ് ഹരിപ്പാട്. ഹരിപ്പാടും വളരെ ശക്തമായ മത്സരമാണ് ഇക്കുറിയുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ നഗരസഭയിലെ പല ജനങ്ങളോടും പറഞ്ഞപ്പം ഈ മുൻ പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിൻ്റെയും ഒരു മണ്ഡലം ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ LDF പറയുന്ന അതിനൊക്കെ അപ്പുറം നമുക്ക് മറികടക്കാൻ പറ്റും. BJPയും നല്ല രീതിയിൽ അവിടെ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ദേശീയപാത വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എലിവേറ്റഡ് വേയും സാധ്യമാക്കിയ അത് അവിടെയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളും വിവാദങ്ങളും ഒക്കെ അവിടെ ചേപ്പാട് പള്ളിയുടെ അടുത്തിടയ്ക്ക് ഉണ്ടായി എങ്കിൽ പോലും ഹരിപ്പാട് ഭേദപ്പെട്ട രീതിയിൽ UDFന് മേൽക്കൈയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ഏകദേശം ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ്. അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലേക്ക് പലപ്പോഴും ആളുകളുടെ വ്യക്തിബന്ധങ്ങൾ ഇവയൊക്കെയാണ് പലപ്പോഴും ബാധിക്കാറുള്ളത്. അതേ അവസരത്തിൽ സംസ്ഥാനത്ത് ഒരുപാട് ഹോട്ട് ഇഷ്യൂസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല 3 tier സിസ്റ്റത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഇവയൊക്കെ ഈ പറഞ്ഞ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും കൊണ്ട് കിട്ടുന്ന ഓട്ടല്ല. അത് ഏതാണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ പകുതി അത്രയും തന്നെ വരുന്ന പല ഗ്രാമപഞ്ചായത്തുകൾ ചേരുന്നവയാണ് അത്. അപ്പം ബൃഹത്തായ അതുകൊണ്ട് ഒരു വോട്ടിംഗ് പാറ്റേൺ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ ഇഷ്യൂകൾ ബാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതേസമയം മുൻപുണ്ടായിരുന്ന അത്രയും വലിയ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം നിലവിൽ നമുക്ക് കാണാറില്ല. എന്ന് പറഞ്ഞാൽ ഒരു അരാഷ്ട്രീയമായ സമൂഹമായി മാറി എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും അത്തരം കാര്യങ്ങൾ അത്രയേറെ സ്വാധീനിക്കാനുള്ള വ്യക്തി കേന്ദ്രീകൃതമാണ് കുറച്ചുകൂടി അതിനുണ്ടാകുക. പോപ്പുലാരിറ്റി വളരെ പ്രധാനമാണ് ഒരു കാര്യമാണ്. അതാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിന് ഫാക്ടറായിട്ട് വരുന്നത്. അതേസമയം ഇപ്പോൾ ശബരിമല സംഭവത്തൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമേ അല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ തന്നെ എനിക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹൈന്ദവ ഭക്തരുള്ള ഒരു അമ്പലമാണ് ശബരിമല. ലോകത്ത് തന്നെ വേണമെങ്കിൽ പറയാം. ലോകത്ത് മലയാളികളല്ലല്ലോ, ലോകത്തുള്ള എല്ലാ ഭക്തരും വരുന്ന ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അത്രയും കോടിക്കണക്കിന് ഭക്തർ പ്രതിവർഷം വന്നു പോകുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയ ഒരു കവർച്ച നടക്കുക. അവിടെ ഇപ്പം ഒരു കാര്യം പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, അവിടെ അക്കൗണ്ടബിളായ സാധനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂമുഖം, ആ അമ്പലത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഭൂമുഖം, അതുപോലെ തന്നെ ആ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠകളായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, ദാരുശില്പങ്ങൾ,
ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി ഭക്തർ ഓരോ ദിവസം കൊണ്ട് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത സാധനം, ഇത്രയും അക്കൗണ്ടബിലിറ്റി ഇല്ല. കോടിക്കണക്കിന് രൂപ പ്രതിദിന വരുമാനമുള്ള അതല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും, ഒരു സംഭവത്തിന്റെ ഒരു ഗൗരവം. അതുപോലെ തന്നെയാണ് ഈ യഥാർത്ഥത്തിൽ ശബരിമലയെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായ വിവാദത്തെ പരാമർശിച്ച് നോക്കുമ്പോൾ, അതിനെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഭക്തർ വേണ്ട തരത്തിലുള്ള ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ തടഞ്ഞു നിർത്തുന്നതിൽ LDF വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അത്ര ശക്തമായ ഒരു പ്രക്ഷോഭം കേരളത്തിൽ എനിക്ക് തോന്നുന്നു. അതിന് തൊട്ടു മുമ്പുണ്ടായ അയ്യപ്പ സംഗമം, അയ്യപ്പ സംഗമത്തിൽ കേരളത്തിലെ 2 പ്രബല സമുദായങ്ങളെ LDFിന്റെ ഭാഗമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ പക്ഷെ അത് കഴിഞ്ഞുള്ള അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം ഉണ്ടായ ഈ വലിയ പ്രക്ഷോഭത്തിന് സാധ്യതയുണ്ടായിരുന്ന സ്ഥാനത്തെ പോലും അടക്കി നിർത്തിയത്. അല്ല, അതിങ്ങനെ അതിന്റെ ഒരു എഡ്ജ് ഈ പറഞ്ഞ പോലെ പിന്നെ UDFന്റെ ആ എഡ്ജിൽ നിൽക്കുമ്പോഴാണ് UDFന്റെ ഒരു വിവാദം വന്നത്. എന്തായാലും അത് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഹിതപരിശോധന തന്നെയായിരിക്കും. ശബരിമല വിഷയത്തിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രതിഫലിക്കും. ഒരു ടോട്ടൽ റിഫ്ലക്ഷൻ ഡിസൈഡിംഗ് ഫാക്ടർ നമ്മൾ പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നത് പ്രാദേശിക വികസന പ്രശ്നങ്ങൾ, വ്യക്തി നമുക്ക് വേണ്ടി പറയാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വിഷയങ്ങൾ അവതരിപ്പിക്കാനും നമുക്ക് വേണ്ടി ഇടപെടലുകൾ നടത്താൻ, ജനകീയ ഇടപെടലുകൾ നടത്താൻ പറ്റുന്ന ആൾക്കാരാണോ ഇത് എന്നുള്ള ഒരു എന്താ പറയാ ഒരു തെരഞ്ഞെടുപ്പ് ആ ഒരു അതാണ് മാനദണ്ഡമായി ഒരു ക്രോസ് ചെക്കിങ് അല്ലേ, ഒരു സൂക്ഷ്മ പരിശോധനയുടെ ഒരു ഫലമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മുന്നണികളും രാഷ്ട്രീയവും ഒക്കെ അതിനകത്ത് വരും. ചെറിയ ഒരു കാര്യത്തിലേക്കല്ല അത് ഫോക്കസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അതിൽ വരുമെങ്കിൽ പോലും അതിനകത്ത് പ്രാദേശിക വിഷയങ്ങൾക്കും പ്രാദേശിക ഇടപെടലുകൾക്കും വ്യക്തികൾക്കുള്ള സ്വാധീനങ്ങൾക്കുമാണ് പ്രാധാന്യം കൂടുതൽ. ഏതായാലും നമ്മളുടെ തെരഞ്ഞെടുപ്പിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ, ഏത് മുന്നണി ആയിക്കോട്ടെ, ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ അവരുടെ ഭാഗധേയം നിർണ്ണയിക്കപ്പെടുന്ന ഒരിടമാണ് എന്ന് പറയുന്നത്. നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒന്നാണിത്. ജനാധിപത്യത്തിലെ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാഭിലാഷങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ഉചിതമായി നിർവഹിക്കാൻ ഉതകുന്ന ആളുകളെ, മറ്റ് പരിഗണനകളല്ല, കുടുംബം അതല്ലെങ്കിൽ ഗോത്രം, അതും അല്ലെങ്കിൽ മറ്റ് മത ജാതി പരിഗണനകൾ, ഇനി അതുമല്ലെങ്കിൽ ഒരാളുടെ കഷ്ടപ്പാടുകൾ, പ്രയാസം, തൊഴിലില്ലാത്ത ഒരാൾ, ഇങ്ങനെയൊക്കെയുള്ള പരിഗണനകൾക്കപ്പുറം അവയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡമായി പലരും എടുക്കാറുള്ളത്. അതിന് ആ പരിഗണനകൾക്ക് അപ്പുറം തങ്ങളുടെ സ്വപ്നങ്ങൾ, നമ്മുടെ വാർഡ്, നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു വാർഡ്, അത് സഫലമാക്കാൻ ആരാണ് ഏറ്റവും ഉതകുന്നത് അത് കണ്ടെത്തി തെരഞ്ഞെടുപ്പ് വിനിയോഗിക്കലാണ് യഥാർത്ഥത്തിൽ അതാണ് ജനകീയ ഏറ്റവും ഉചിതമായ നീക്കം. ഏതായാലും ആ ഉചിതമായ നീക്കം നമ്മുടെ വോട്ടർമാരുടെ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വാർ ഓൺ നോട്ട് ഇവിടെ പൂർത്തീകരിക്കുന്നു. വാർ ഓൺ നോട്ട് എന്ന പരിപാടിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഇത് വരും, അതിലേക്ക് നൽകുക. വളരെ നന്ദി ഇർഷാദ്. ഈ മണ്ഡലങ്ങളിൽ കൂടെ എല്ലാം സഞ്ചരിച്ചു, പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ചു, ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങളും നമുക്ക് ഈ വിസ്താര ബാഹുല്യം കൊണ്ട് പ്രശ്നം വരുമ്പോൾ നമുക്ക് പറ്റത്തില്ല. എങ്കിൽ പോലും പ്രധാന വിഷയങ്ങളിലൊക്കെ കയറി നമ്മൾ ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി എന്ന് പറയാം. നമസ്കാരം.